അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഷിഫാഉൽ അംറാദിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ആളുകളിൽ കൂടുതൽ ആളുകൾക്കും പൈൽസ്, അതായത് മൂലക്കുരുവിൻ്റെ അസുഖം ഉണ്ട്. എത്രയോ ആളുകൾ ഈ മൂലക്കുരുവിൻ്റെ അസുഖം കാരണം ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റാതെ, ഇരിക്കാൻ പറ്റാതെ, യാത്ര ചെയ്യാൻ സാധിക്കാതെ, ചൊറിച്ചിലും വേദനയും അസ്വസ്ഥതയും കാരണം ബുദ്ധിമുട്ടുന്നുണ്ട്. അതുപോലെ മലബന്ധം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. വല്ലാത്ത ടെൻഷനായിരിക്കും ഈ അസുഖം ഉണ്ടായാൽ. അപ്പം ഈ അസുഖത്തിനുള്ള ഒരു മരുന്നാണ് ഇപ്പം ഞാൻ പറയുന്നത്. ഒരു 3 വിധം മരുന്ന് പറയുന്നുണ്ട്. അത് 3 നിങ്ങൾ ചെയ്യുക. ആദ്യം ഒന്ന് ചെയ്തു നോക്കുക, മറ്റത് രണ്ടാമത്തതും ചെയ്യുക, മൂന്നാമത്തതും ചെയ്യുക. ഇങ്ങനെ ഇത് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നമ്മളിതിൻ്റെ ഒരു കാരണക്കാർ മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് മൂലക്കുരു മാറ്റിത്തരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങളെൻ്റെ ഈ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ, കട്ടാക്കാതെ മുഴുവനും കാണുക. അത് കേട്ടാൽ ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ നിങ്ങൾക്ക് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കും. നല്ലൊരു അറിവാണല്ലോ. അപ്പോൾ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ മറ്റുള്ള ആളുകൾക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. ഇതിൻ്റെ മരുന്ന് ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ സുബ്ഹി ഫർള് നിസ്കാരത്തിൻ്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. ആ സുന്നത്ത് നിസ്കാരത്തിൽ 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അലം നശ്റഹ് ലക സദ്റക് എന്ന സൂറത്ത് ഓതുക. 2-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന സൂറത്ത് ഓതുക. ഇത് പതിവാക്കണം. എല്ലാ ദിവസവും, ഒരു ദിവസം പോലും വിടാതെ എല്ലാ ദിവസവും ഇത് പതിവാക്കുകയാണെങ്കിൽ മൂലക്കുരുവിൻ്റെ അസുഖം ഇല്ലാത്തവർക്ക് ഉണ്ടാകൂല, ഉള്ളവർക്ക് അത് ക്രമേണ മാറിക്കിട്ടും. അത്രക്കും പവർഫുള്ളാണ് ഖുർആനിലുള്ള ഈ 2 സൂറത്തുകൾ. ശേഷം ആ സുന്നത്ത് നിസ്കാരത്തിന് ശേഷം നമ്മുടെ ഉദ്ദേശം എന്താണോ അത് മനസ്സിൽ കരുതി ഒന്ന് ദുആർക്കുകയും ചെയ്യുക. അതിന് ശേഷമാണ് പിന്നെ സുബ്ഹി ഫർള് നിസ്കാരം നിസ്കരിക്കേണ്ടത്. കാരണം ഒരുപാട് ആളുകൾക്ക് ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അവരുടെ പൈൽസിൻ്റെ അസുഖം മാറിയിട്ടുണ്ട്, നല്ല സമാധാനം കിട്ടിയിട്ടുണ്ട്, സുഖപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തത്, നമ്മൾ സാധാരണ കണ്ടുവരുന്ന, നമ്മളെ കടകളിലൊക്കെ കിട്ടുന്ന, നമ്മളെ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന പൈനാപ്പിൾ, കൈതച്ചക്ക എന്ന് പറയും. ഒരുപാട് ഗുണങ്ങളുള്ള, നാരുകളടങ്ങിയ ഒരു ഫ്രൂട്ട്സാണ് കൈതച്ചക്ക. ഈ കൈതച്ചക്ക നമ്മൾ കഴിക്കുക. അതിൽ പഞ്ചസാര ഇട്ട് ജ്യൂസ് അടിക്കലല്ല, അത് അങ്ങനെ തന്നെ മുറിച്ച് കഴിക്കുക. അത് നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. രാവിലെ 2-3 പീസ് കഴിക്കുക, അതുപോലെ ഉച്ചക്ക് കഴിക്കുക, രാത്രി കിടക്കാൻ നേരത്ത് 2-3-4 പീസുകളൊക്കെ കഴിക്കുക. ആ ഒരു കൈതച്ചക്കൻ്റെ ഫലം കൊണ്ടും നമ്മുടെ പൈൽസിന് നല്ല ആശ്വാസം ലഭിക്കും. ഒരുപാട് ആളുകൾക്ക് ആശ്വാസം ലഭിച്ചതുമാണ്. അതുപോലെ 3-ാമത്തൊരു മരുന്ന്, പണ്ട് കാലത്തെ ഉള്ളൊരു ചികിത്സാ രീതിയാണത്. നമ്മളെ വീട്ടിലുള്ള ഒരു വിശാലമായ ഒരു വട്ടപാത്രം എടുക്കുകയും അതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുകയും ഒരു 5-6-7 സ്പൂണ് കല്ലുപ്പ് അതിലേക്കിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത്, ആ കല്ലുപ്പൊന്ന് ഇളകിയതിന് ശേഷം നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു ചൂടിൽ നമ്മൾ ആരും കാണാത്ത രീതിയിൽ ബാത്റൂമിലോ
റൂമിലൊക്കെ പോയി ഇരുന്ന് ആ വെള്ളത്തിൽ ഇരിക്കുക. നമ്മൾ ടോയ്ലറ്റിൽ ഇരിക്കുന്നത് പോലെ ആ വെള്ളത്തിൽ ഇരിക്കുക ഒരല്പനേരം. അങ്ങനെ ചൂടുവെള്ളത്തിലുള്ള ഉപ്പ് നമ്മുടെ ആ പൈൽസിൻ്റെ ഭാഗത്ത് അത് തട്ടുമ്പോൾ അവിടെയുള്ള ഫംഗസ് നശിച്ചു പോകും. ചൊറിച്ചിലും വേദനയും അസ്വസ്ഥതയും മാറിക്കിട്ടും. ഇത് തുടർച്ചയായി ചെയ്യണം. ദിവസത്തിലൊരു 3 തവണയെങ്കിലും ചെയ്യണം. അങ്ങനെ കുറച്ച് ദിവസം തുടർച്ചയായി ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് മാഷാ അല്ലാഹ് നമ്മുടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ മൂലക്കുരുവിൻ്റെ പ്രശ്നം അത് തീർത്തും മാറിപ്പോകുന്നതാണ്. ആ ചൂടുവെള്ളവും ആ ഉപ്പിൻ്റെ രസവുമൊക്കെ കിട്ടുമ്പോൾ അതിലുള്ള ഫംഗസ് ചത്തുപോവുകയും ചൊറിച്ചിൽ മാറുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. പിന്നെ ആ രോഗമുള്ള ആളുകൾ കൂടുതൽ വെള്ളം കുടിക്കണം, കൂടുതൽ ഫ്രൂട്ട്സുകളും പച്ചക്കറികളും കഴിക്കണം. ഇറച്ചി, മീൻ, കോഴി, എരിവ്, പുളി, കരിച്ചത്, പൊരിച്ചത് പോലത്തെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഒഴിവാക്കുകയും ചെയ്യണം. ഇങ്ങനെയാകുമ്പം ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ രോഗം അല്ലാഹു തആല സുഖപ്പെടുത്തി തരും. അതിനുവേണ്ടി പ്രയത്നിക്കുക, പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.